കേന്ദ്രീകൃത ഖരദ്രവ മാലിന്യ സംസ്കരണ സംവിധാനം മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടപ്പിൽ വരുത്തണമെന്ന് കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂരിൽ നടന്ന കൺവെൻഷൻ ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ഉയരു പതാകെ, ഉയരു പതാകെ, ഉയരു പതാകെ, ഉയരു പതാകെ. കേന്ദ്രീകൃത ഖരദ്രവ മാലിന്യ സംസ്കരണ സംവിധാനം മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടപ്പിൽ വരുത്തണമെന്ന് കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഹോട്ടൽ റെസ്റ്റോറന്റ്സ് അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ 2025 നവംബർ 30 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പയ്യന്നൂർ ഹോട്ടൽ ജുജു ഇന്റർനാഷണലിൽ നടന്നു. സാധനങ്ങളുടെ വിലവർദ്ധനവും ഉദ്യോഗസ്ഥന്മാരുടെ അനാവശ്യ ഇടപെടലും ഇന്ന് ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കെട്ടിട വാടക, വൈദ്യുതി ചാർജ്, വിവിധ നികുതികൾ, ലൈസൻസ് തുടങ്ങിയവ ഹോട്ടൽ വ്യവസായത്തെ തകർച്ചയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കോമ്പസിഷൻ രീതിയിൽ നടക്കുന്ന റെസ്റ്റോറന്റുകളിൽ പരിശോധന നടത്തി മുൻകാല പ്രാബല്യത്തോടുകൂടി പെനാൽറ്റി ഈടാക്കുന്ന സമ്പ്രദായം നിർത്തലാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി കെ.എൻ. ഭൂപേഷ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് കെ. അച്യുതൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ എം.എൽ.എ. ടി.ഐ. മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കാരണം ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിൽ മാത്രമല്ല അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഭക്ഷണം, താമസം, അതുപോലെ തന്നെ വിനോദത്തിനുള്ള സൗകര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഇവന്റ് മാനേജ്മെൻറ്റായി പ്രവർത്തിക്കേണ്ട ചുമതലകൾ, ഇതെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന അതിവിസ്തൃതമായ ഒരു വ്യാവസായിക രംഗമാണ് ജനറലായിട്ട് പറഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് കെ. പി. ബാലകൃഷ്ണ പൊതുവാൾ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ, ജി. സുഗുണൻ, ഷിനാജ റഹ്മാൻ തുടങ്ങിയ സംസ്ഥാന നേതാക്കളും സന്നിഹിതരായി. ചാരിറ്റി ഫണ്ട് ഉപയോഗിച്ച് 5 പേർക്ക് സൗജന്യമായി കുടുംബ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന കർമ്മം സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെരീഫ് നിർവഹിച്ചു. എ. നാരായണൻ, പി. സുമേഷ്, സി. കെ. ജയപ്രകാശ്, നാസർ മഡോൾ, മഹേഷ് മുത്താഴം എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. പയ്യന്നൂർ യൂണിറ്റ് സെക്രട്ടറി ഗ്രേസ് നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.